രാജൻ എങ്ങനെയായിരുന്നു? കലോത്സവ വേദികളിലൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ സ്കൂൾ കലോത്സവത്തിൻ്റെ സംസ്ഥാന തലം വരെ പോയിട്ടുള്ള മത്സരങ്ങളിൽ അന്ന് പ്രസംഗമായിരുന്നു പ്രധാന ഇനം. ഹൈസ്കൂളാകുന്നതിന് മുമ്പ് കഥാപ്രസംഗം ഉണ്ടായിരുന്നു. ഹൈസ്കൂളായപ്പോൾ പിന്നെ പ്രസംഗമായി. പിന്നെ കോഴിക്കോട് സർവകലാശാല ഇൻ്റർസോണിൽ 1ാം സമ്മാനം കിട്ടിയത് ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങളിൽ കോളേജ് കാലത്തും സ്കൂൾ കാലത്തും പങ്കെടുത്തതിൻ്റെ ധാരാളമായിട്ടുള്ള ഗൃഹാതുരത്വ ഓർമ്മകളുണ്ട്. പിന്നെ മുഴുവൻ സമയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായതോടുകൂടി പിന്നെ ആ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായി, പിന്നെ സംഘാടനങ്ങളിലേക്കായി. എന്തായാലും ഈ കലോത്സവം ഗൃഹാതുരത്വത്തിൻ്റെ നല്ല ഓർമ്മകളുള്ള മനോഹരമായിട്ടുള്ളൊരു ഇനമാണ്. സേതു ഒരിക്കലും സർഗാത്മകത മരിച്ചിട്ടില്ല എന്ന് നമ്മുടെ കുട്ടികൾ അവരുടെ കലകളിലൂടെ അതിവേഗം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമുക്കുള്ളൊരു ആത്മസംതൃപ്തിയും നമ്മുടെ ഒരു ശക്തമായിട്ടുള്ള പുതിയ കാലത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഉറപ്പുമാണെന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും മിനിസ്റ്റർ, ഇപ്പം ഈ നമ്മൾ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഖദറിനുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം ഈ കലോത്സവ വേദികളിലൊക്കെ പ്രസംഗം കേൾക്കുമ്പോഴത്തേനും ഒന്ന് പുറകിലോട്ട് പോയാലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഗൃഹാതുരത്വം ഒരു വല്ലാത്ത അനുഭവമാണ്. നമ്മുടെ ഏത് സ്ഥലത്ത് പോയാലും നമ്മുടെ പഴയ കുട്ടിക്കാലത്തെക്കുറിച്ച്, നമ്മുടെ ഒരു കൗമാരത്തെക്കുറിച്ച് ആലോചിക്കും. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും കുട്ടികൾ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാസൗകര്യങ്ങൾ, പക്ഷെ അവരുടെ എനർജിക്കൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. ഭാവനയ്ക്ക് കുറവുണ്ടായിട്ടില്ല, സർഗാത്മകതയ്ക്ക് കുറവുണ്ടായിട്ടില്ല, മാനവികതയ്ക്ക് കുറവുണ്ടായിട്ടില്ല. ഇത്തവണ അവരെ ഉത്തരവാദ കലോത്സവം എന്നൊരു ആശയം കൂടി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടന്നത് ഏറ്റവും ഗംഭീരമായി എന്നാണ് എനിക്ക് തോന്നിയത്. വിദ്യാഭ്യാസ വകുപ്പ് അക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മാതൃകയും കാഴ്ചവെച്ചിട്ടുണ്ട്.